ജസ്റ്റ് ഈ ഫാൻ ഒന്ന് ഓഫ് ചെയ്താലോ? ആരെയും കാണുന്നില്ലല്ലോ. ലൈവ് കാണുന്നുണ്ടോ നോക്കുവോ? എനിക്കിവിടെ മെസ്സേജുകളൊന്നും വരുന്നില്ല. ലൈവ് 15 ആളായി എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഒന്നും മെസ്സേജ് ഒന്നും വരുന്നില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ എനിക്കൊന്നും അറിയില്ല. ഇവിടെ നിലവിലൊന്നും വരുന്നില്ല. ഒരാൾ വന്നു. ആർദ്ര പൊടിമോൾ, ഹായ്. ആർദ്ര, ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നോ? ഞങ്ങള് ഇപ്പൊ വന്നത്, ഈ ഒരു ലൈവുമായിട്ട് വന്നത് ഞങ്ങൾ പുതിയൊരു ലൊക്കേഷനിലാണ്. നമ്മുടെ കൂടെ നമ്മുടെ ടീം മൊത്തം ഉണ്ട് കേട്ടോ. ദിൽഷ, ഹായ് ദിൽഷ, സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇടയ്ക്ക് എല്ലാവരെയും കാണണം, പിന്നെ ഒരു ലൈവ് ഇടാമോ, പ്രത്യേകിച്ച് പ്രതിഭേട്ടനൊക്കെ ഉള്ള സമയത്ത് ലൈവ് ഇടാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് വെച്ചിട്ടാണ് ഇന്നിപ്പോ ഒരു ലൈവ് വന്നിട്ടുള്ളത്. ആക്ടിങ് സൂപ്പറാണ് പൊടിമോളെ, താങ്ക് യു സോ മച്ച്. ബാലകൃഷ്ണൻ, ഹായ്. ഹൈദരലി, ഹായ്. ഇസ്മായിൽ, ഹായ് ഇസ്മായിലെ. അപ്പൊ ഇതാണ് പെരുന്നാളിന്റെ ആഘോഷങ്ങൾ. ഇവിടെ തീർന്നിട്ടില്ല. നല്ല പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട് മക്കൾ കേട്ടോ. റോബിൻ, ഫൈൻ. അപ്പൊ ഇന്ന് നമ്മുടെ ലൊക്കേഷന് ഇതാ ഇവിടെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. സുധി ഇരുന്നിട്ട് എന്തോ കാര്യപ്പെട്ട കാര്യം നോക്കാണ്. മുഹമ്മദ് ജാബിർ, ഹായ്. ഹൈദരാലി, ഹായ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ലൈവിൽ ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കാത്തത് കണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ നമുക്ക് ഒരുപാട് മെസ്സേജസുകൾ പിന്നെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. ആഷി, അസ്സലാമലൈക്കും, താങ്ക് യു സോ മച്ച്. എവിടെ ഇത് നമ്മുടെ എടപ്പാള് അല്ലെ? ഇത് എടപ്പാള് ഏത് ഭാഗ? പൊന്നാനിയാണ് കേട്ടോ. പൊന്നാനി നെയ്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. മുജീബ് പി വി, ഹായ്. അബ്ദുള്ള, തെസ്നി അബൂബക്കർ, എല്ലാവരോടും ഹായ് ഹായ് ഹായ്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയാണോ? ഞങ്ങളിതേ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ലഞ്ച് ബ്രേക്ക് ഒക്കെ ഇട്ട് ഒരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എടപ്പാളല്ല, പൊന്നാനിയാണ് കേട്ടോ. പൊന്നാനി നെയ്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോ നമ്മുടെ ടീം മൊത്തം ഇവിടെ ഉണ്ട്. പ്രദീപേട്ടനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സുധി ഉണ്ട്, എന്റെ മോനുണ്ട്, സന്തോഷേട്ടനുണ്ട്, പിന്നെ നമ്മുടെ എല്ലാവരും നമ്മുടെ ടീം മൊത്തം ഇവിടെ ഉണ്ട് കേട്ടോ. സുഖായിരിക്കുന്നു അബ്ദുൽ മജീദെ, സുഖായിരിക്കുന്നു. ആമി, ഹായ്. ഫ്രാൻസിസ്, ഹായ്. നിങ്ങളുടെ എല്ലാ റോളും സൂപ്പറാണ്, താങ്ക് യു സോ മച്ച്. ഷിയാബെ, ഹായ്. ഷീജ, ഹായ്. ജലീലെ, സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഷാഫി, ഹായ്. റഫീഖ്, വാലൈക്കും അസ്സലാം. അപ്പൊ ഞങ്ങളുടെ റോളുകളും ഞങ്ങളുടെ ക്യാരക്ടേഴ്സും എല്ലാം ഉൾക്കൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട് എന്നറിഞ്ഞതില് അല്ലേ പ്രതിഭേട്ട? വരൂ, ജോയിൻ ചെയ്യൂ. അപ്പൊ അതാ നമ്മുടെ പ്രദീപേട്ടനെ കുറെ ദിവസമായി ചോദിക്കുന്നു. ഹായ്, നമസ്കാരം എല്ലാവർക്കും. നിങ്ങളുടെ ഒറിജിനൽ നെയിം എന്താണെന്ന് ചോദിക്കേണ്ടത്? എന്റെ പ്രദീപ്. ഞാൻ റസിയ. പ്രദീപ്. അതെ. മതസൗഹാർദ്ദമാണോ എന്ന് ആരോ എന്നോട് ചോദിച്ചു. മതസൗഹാർദ്ദം തന്നെയാണ്. റസിയ നമ്മുടെ സഹപ്രവർത്തകയാണ്. അതെ അതെ. അഭിനയം വളരെ നന്നാവുന്നുണ്ട്, കൺഗ്രാറ്റുലേഷൻ, താങ്ക് യു സോ മച്ച്. ഞങ്ങള് എന്താണോ നമ്മുടെ നാട്ടില് അല്ലെ നമുക്കുണ്ടായ അനുഭവങ്ങള്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടായ ആളുകൾക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങളൊക്കെയാണ് കേട്ടോ ഞങ്ങള് ഇതുപോലെ റസിയ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ തൊണ്ട പ്രശ്നമായി. അതെ അതെ അതെ. നമ്മളിന്ന് പൊന്നാനിക്ക് അടുത്ത് നെയ്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷൂട്ട് ചെയ്യുന്നത്. ഇത് അജയൻ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തിന്റെ വീടാണ്. അജയന്റെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഷൂട്ട് വെക്കുന്നത്. അതെ.
അപ്പൊ ഒരു നല്ല രസമുള്ള അടിപൊളി ലൊക്കേഷൻ ആണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ എപ്പോഴും ചോദിക്കാറുണ്ടല്ലോ പേരില്ലേ, നിങ്ങളുടെ പേര് പറയൂ, നിങ്ങളുടെ പേര് പറയൂന്ന്. അപ്പൊ പേര് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഒന്നുകൂടി പറയാം. ഞാൻ പ്രദീപ്, റസിയ. നിങ്ങള് ഗൾഫിൽ നിന്ന് വന്നതാണോ പ്രദീപേട്ടാന്ന്? അല്ല അല്ല, ഞാൻ ഗൾഫിൽ പോയിട്ടേ ഇല്ല അതുവരെ. പ്രദീപേട്ടൻ മാഷാട്ടോ. പിന്നെ ഭാര്യയും ഭർത്താവും ആണോ എന്ന് ചോദിക്കാറുണ്ടല്ലേ. എത്രയാ നിങ്ങളുടെ കൂലിന്ന് പ്രദീപേട്ട? കൂലിയൊന്നുമില്ല, വെറുതെ ഞങ്ങള് ഇങ്ങനെ ഒരു സമൂഹ മാധ്യമത്തിൽ വന്നിട്ട് നമുക്ക് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കല പുറത്തേക്കെടുക്കുന്ന ഒരിക്കലും കൂലി പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ. ഞങ്ങളുടെ കഴിവുകള് ഞങ്ങൾ പുറത്തേക്കെടുക്കുന്നത് ഞങ്ങൾക്കൊരു സ്പേസ് ഉള്ളത് കൊണ്ട് അല്ലെ. ആ ഒരു സ്പേസിനാണ് കൂടുതൽ കാര്യം കേട്ടോ. അതെ, ഓറഞ്ച് മീഡിയ. അതെ, ഞങ്ങളുടെ സ്പേസ് ആണ് ഓറഞ്ച് മീഡിയ. തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടുപേരും ഓരോ കണ്ടന്റിനനുസരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ അഭിനയം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു അല്ലെ. പിന്നെ ഞങ്ങളിപ്പോ നിക്കാഹിച്ചിട്ടിരിക്കുക. ഇവിടെ ധാരാളം നിക്കാഹ് നടക്കുന്നുണ്ട്. ഞങ്ങളെ നിക്കാഹാണോ ഉദ്ദേശിച്ചത്? അതെന്തായാലും ഇല്ല. അതെ അതെ, പ്രദീപേട്ടൻ കല്യാണമേ കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ സിംഗിൾ. ഞാനത് പറയണമെന്ന് പെട്ടെന്നൊന്നും ആലോചിച്ചു പോയി. റസിയ കല്യാണം കഴിച്ച് എന്റെ രണ്ട് മക്കളെയും നിങ്ങൾ ചിലപ്പോ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ പരിപാടിയിലൊക്കെ ഉണ്ടാവുന്ന ഒരാൾക്ക് 18 വയസ്സായി, ഒരാൾക്ക് 11 വയസ്സായി. നിങ്ങൾ ഒരുപാട് ചീത്ത പറഞ്ഞൊരു ക്യാരക്ടർ എന്റെ മോൻ ചെയ്തിട്ടുണ്ട്. ഉമ്മാക്ക് പെണ്ണിട്ടണോ, അതെന്റെ മോൻ ചെയ്ത ക്യാരക്ടറാണ് കേട്ടോ. നിങ്ങളുടെ രണ്ടുപേരുടെ അഭിനയം നമ്പർ 1 ആണ്. താങ്ക് യു സോ മച്ച്. പ്രദീപേട്ടൻ പെൺകുട്ടികളെ വളക്കാൻ സൂപ്പറാണ്. തീർച്ചയായിട്ടും. വെറുതെ തോന്നുന്നതല്ലേ, എനിക്ക് അങ്ങനെ അറിയാം. പെൺകുട്ടികളെ മോൻ തന്നെ നോക്കാറില്ല. പ്രദീപേട്ടൻ എന്ന് പറയുമ്പോ ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കേട്ടോ. അങ്ങനെ ആരോടും അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ സെറ്റിലും നമ്മുടെ കൂട്ടുകാരോടൊക്കെ പുള്ളി ഭയങ്കര റിലാക്സ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. റസിയയുടെ ഹസ്സിന്റെ നെയിം എന്താ? ഒരു ഹസ്സിന്റെ നെയിം പറഞ്ഞെടുത്ത്. മിസ്റ്റർ എക്സ്. ചേച്ചി ചേട്ടൻ അടിപൊളിയാണ് കേട്ടോ അഭിനയം. താങ്ക് യു സോ മച്ച്. മൈ ഫേവറേറ്റ് ആക്ട്രസ്. ഇങ്ങനെ പറയുമ്പോ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നു അല്ലേ, ഭയങ്കര പേടിയും തോന്നുന്നുണ്ട്. ഇനി നന്നായി അഭിനയിച്ചില്ലെങ്കിൽ നിങ്ങൾ തന്നെ തെറി വിളിക്കില്ലേ? ചില കാര്യങ്ങളൊക്കെ നിങ്ങള് ഞങ്ങളെങ്ങനെ ആ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് ഞങ്ങൾ അഭിനയിക്കുകയും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ മനസ്സിലാക്കാതെ ക്യാരക്ടറിനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കമന്റ്സ് അടിക്കുമ്പോ ചെറിയൊരു വിഷമൊക്കെ തോന്നാറുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ചില സമയത്തൊക്കെ ഭയങ്കര മോശം വാക്കുകളൊക്കെയാണ് വരാറുള്ളത്. എല്ലാവരും അല്ല കേട്ടാ, എല്ലാരും ഇല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ. 100-ൽ താഴെ ഫ്രണ്ട്സ് ഉള്ള ചില ആളുകൾ മുഖം ഫേസ്ബുക്കില് പ്രൊഫൈൽ പിക്ചർ ഇല്ലാതെ പ്രൊഫൈൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്നത്, നെഗറ്റീവ് കമന്റ് ഇടുന്നത്. പ്രതിപേട്ടൻ തങ്ങളായിട്ട് അഭിനയിച്ചത് പൊളിച്ചു. താങ്ക് യു. ഞാൻ തങ്ങളാണ് ഓൾറെഡി. പുള്ളിയുടെ വീട് തങ്ങൾപ്പടി ഭാഗത്താണ്, അതാണ് ഇവിടെ തങ്ങളാണ് പറഞ്ഞത്. പ്രതിപേട്ടനെ കാണുമ്പോ ചെറിയൊരു മൊയിലേർ ലുക്ക് ഉണ്ട്. കറക്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മള് പ്രതിപേട്ടനക്ക് അങ്ങനത്തെ വേഷങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പെരുന്നാളൊക്കെ സൂപ്പറായിട്ട് അടിച്ചു പൊളിച്ചു അല്ലേ പ്രതിപേട്ട? നിങ്ങൾ ഓരോ വീഡിയോസും ഒന്നിനൊന്ന് വെച്ചാണ്. ഓക്കെ, വത്സല ചേച്ചി, വത്സല ബി നായർ, സൂപ്പറാണ് കേട്ടോ. ഞാൻ ചേച്ചി എന്താ പറയുന്നത്, ഇടയ്ക്ക് കുറ്റം പറയുന്നു. പറഞ്ഞു. അതെ അതെ, പള്ളിയിൽ നിന്ന് പിരിവിന് വരുന്നവരെ ചീത്ത പറയുന്നത് സൂപ്പറാണ്. അതില് ഞങ്ങൾക്കും ഒരഭിപ്രായം പറയാനുണ്ട് കേട്ടോ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും സംസാരിക്കുന്നത്. അവിടെ പോയിരുന്നാലോ? ഇപ്പൊ നമ്മുടെ ലൊക്കേഷൻ ഇതാട്ടോ. നല്ല ഓക്കെ. അപ്പൊ ഇതാണ് ഇന്ന് നമ്മുടെ ലൊക്കേഷൻ വന്നിട്ടുള്ളത്. ദേ കണ്ടോ, സന്തോഷേട്ടൻ ഇരുന്നിട്ട് ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ കാര്യപ്പെട്ട എന്തോ മൊബൈൽ നോക്ക. ഒരു ഹായ് പറഞ്ഞേ. അപ്പൊ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അജയേട്ടന്റെ വീടല്ലേ, അജയേട്ടന് മോളും ഇന്നൊരു ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ അപ്പൊ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഞങ്ങള് പുലിയാട്ടോ ബെസ്റ്റ് ആക്ടർ ഫിലിമിൽ നിങ്ങളെ വിളിക്കുമ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താട്ടോ. ആക്ച്വലി എന്റെ പേഴ്സണൽ ലൈഫില് ഞാൻ ഇന്ന് എവിടെയെങ്കിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടക്കിട്ട ഒരു മനുഷ്യനാണത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോയ് മാഷ്. നിങ്ങൾ ഓരോരുത്തർക്കും ചിലപ്പോൾ ജോയ് മാഷിനെ അറിയാൻ കാരണം സിനിമയിലെ
ഞാൻ പറയാം, ജോയ് മാഷെ പറ്റി പറയാം. ജോയ് മാഷ് മലബാറിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു മ്യൂസീഷ്യനാണ്. ആദ്യകാലങ്ങളിൽ ഗാനമേളകൾക്കും നാടകങ്ങൾക്കും ഒക്കെ മ്യൂസിക് വായിക്കാൻ പോയിരുന്ന ആളാണ്. പിന്നെ അദ്ദേഹം ഒരു ഹൈസ്കൂൾ അധ്യാപകനും കൂടിയായിരുന്നു. ഇപ്പോ സ്റ്റുഡിയോ നടത്തുന്നുണ്ട്. സ്റ്റുഡിയോ ഒരു 10-25 വർഷത്തിലധികമായിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്, ഡബിംഗ്. നമ്മൾ കണ്ട പല സിനിമകളുടെയും റെക്കോർഡിസ്റ്റും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിലാണ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ എന്താണ് ഫെമിനിച്ചി ഫാത്തിമ, ആ പടത്തിന്റെയൊക്കെ വർക്ക് നടന്നത്. അപ്പൊ അദ്ദേഹം ഒരു മികച്ച കലാകാരനാണ്, സീനിയർ ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. അതെ അതെ, ഞങ്ങളുടെ കൂടെ ഈ അടുത്ത് ജോയ് മാഷ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇത് ജോയ് മാഷിന്റെ ഫ്രണ്ടിന്റെ വീടാണ്. അപ്പൊ നമ്മുടെ കൂടെ നമ്മളെല്ലാവരെയും ഫ്രണ്ടിന്റെ വീടാണ്. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, എന്റെ പേഴ്സണലി ജോയ് മാഷ് എന്താണെന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നത് മുൻപ് പല സ്ഥലങ്ങളിലും ചെയ്ത് നോക്കുകയും അവര് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഇത്രയും കൂടുതലായിട്ട് ഡബ് ചെയ്തിട്ടുള്ളത് ജോയ് മാഷ സ്റ്റുഡിയോയിലാണ്. ഫസ്റ്റ് ഓറഞ്ച് മീഡിയയിലേക്ക് എനിക്കൊരു തുടക്കം വന്നത് ജോയ് മാഷ അടുത്തുനിന്ന്. നമ്മൾ പപ്പ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൽ ആദ്യമായിട്ട് ചെയ്തത് ജോയ് മാഷ സ്റ്റുഡിയോയിൽ നിന്നാണ്. അന്ന് മുതലേ എന്റെ കൂടെ ജോയ് മാഷും കൂടി ഉണ്ട്. പിന്നെ അഭിനയ രംഗത്തേക്ക് കടന്ന് വന്നതിന് ശേഷം ഞാൻ അങ്ങനെ പുറത്ത് ഡബിങ് ചെയ്തിട്ടില്ല. ഫുള്ളും നമ്മുടെ ഓഫീസിലത്തെ കാര്യങ്ങൾ മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഓറഞ്ചിൽ ഇപ്പൊ 3-4 കണ്ടന്റ് ജോയ് മാസ്റ്റർ ഇടയുണ്ടായി. എന്തായിരുന്നു ഒന്ന് പറഞ്ഞേ മാഷെ, പറയൂ. മാഷിനെ പിടിച്ചിരിക്കുന്നതാ നിങ്ങള് പറയേണ്ടത്. ഒന്നുമില്ല, ജസ്റ്റ് ഷാജി ഇവര് ഓറഞ്ച് മീഡിയന്റെ വീട്ടിൽ വന്നു, ഒരു സാധനം ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ നടനൊന്നുമല്ല, എങ്കിലും ശരി അങ്ങനെ അവർ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു. അത് ഇഷ്ടമായി തോന്നുന്നു എല്ലാവർക്കും. തീർച്ചയായിട്ടും നല്ല അഭിപ്രായമാണ്. എന്നെ ഒരുപാട് പേര് പ്രൈവറ്റായിട്ട് എന്നെ വിളിച്ചിരുന്നു. അത് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയതിൽ എനിക്കും സന്തോഷമുണ്ട്. അഭിനയിക്കാൻ അങ്ങനെ ചാൻസ് കിട്ടാറില്ല, എനിക്ക് മ്യൂസിക് ചെയ്യാൻ മാത്രം ചാൻസ് കിട്ടാറില്ല. എല്ലാവർക്കും ഓക്കെ, താങ്ക് യു ജോയ് മാഷെ. അപ്പം ഇനി ഇവിടെ 2 പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ 2 പേരിനും കൂടി നമുക്കൊന്ന് കാണണം. അതെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട MD ശ്രീ ഷാജി ഓറഞ്ചാണ്. ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും വർക്ക് കാണുക, ഷെയർ ചെയ്യുക, ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, തൊട്ടപ്പുറത്ത് ദേ സുധി ഇരിപ്പുണ്ട്. 2-3 ദിവസത്തെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ദേ സുധി ഇപ്പോഴാണ് ജോയിൻ ചെയ്തത്. സുധി ഒരു ഹായ് പറഞ്ഞ്. അപ്പൊ ജോയ് മാഷിനെ അറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. ജോയ് മാഷ് സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ റേഞ്ച് ഉള്ളിലാ ഇല്ലാത്തത്. ആ അപ്പോ എന്റെ മെസ്സേജ് നോക്കുന്നില്ലാന്നോ? ആരാണ്? മുഹമ്മദ് ഷാഫി. ഞങ്ങളെല്ലാം മെസ്സേജ് നോക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്, അതിനിടയിൽ മിസ്സിംഗ് ആയി പോണതാണേ. മുഹമ്മദ് ഷാഫി മെസ്സേജ് നോക്കി. ഹായ് മുഹമ്മദ് ഷാഫി. ഹലോ ചേച്ചി, ഹിന്ദുവോ മുസ്ലിമോ? അടിപൊളിയാണ് കേട്ടോ. നമുക്ക് അങ്ങനെയല്ലേ, നമ്മൾ മനുഷ്യന്മാരാണ്. ഹിന്ദു മുസ്ലിം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. മധുരവും പുളിയുമുള്ള നല്ല നാരങ്ങ ഓറഞ്ച്. തീർച്ചയായിട്ടും ഞാൻ ഈ അടുത്ത കാലത്താണ് നിങ്ങളുടെ പ്രോഗ്രാം കണ്ടത്. നമുക്ക് ഇനി പവർ നിവർത്തില്ലാതെ ആ ന്യൂ കമന്റ്. ഹലോ ജോയ് മാഷ് സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സന്തോഷം വന്നതിൽ. കൂടുതൽ നല്ല റീലുകൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും കമന്റുകൾ ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല. ഞങ്ങൾ നാട്ടിൽ ഇവിടെ തന്നെയാണ് കേട്ടോ, പൊന്നാനി തന്നെയാണ്. കമന്റുകൾ ഞങ്ങൾ ഒരിക്കലും മൈൻഡ് ചെയ്യാറില്ല. എടപ്പാളാണ്, എടപ്പാളിനടുത്തുള്ള കുറ്റിപ്പാല, പട്ടംകുളം പഞ്ചായത്ത്. ഞാന് പൊന്നാനിയാണ്, പൊന്നാനി കൊല്ലമ്പടി. പിന്നെ നെഗറ്റീവ് കമന്റ്സുകൾ ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ചെയ്തിട്ടുള്ള ക്യാരക്ടർ അത് എത്തേണ്ടടുത്ത് എത്തിയപ്പോഴാണല്ലോ അവർക്ക് തിരിച്ച് കമന്റ് അടിക്കാനുള്ളത് തോന്നുന്നത്. അപ്പൊ നമ്മള് പിന്നെ നെഗറ്റീവ് കമന്റ് ഇടുക എന്നുള്ളത് ചില ആളുകൾക്ക് നല്ലത് ചെയ്താലും കമന്റ് വ്യത്യസ്തമായിട്ടുള്ള കമന്റുകൾ വരും. നല്ല കണ്ടന്റ് ആണെങ്കിലും മോശം കണ്ടന്റ് ആണെങ്കിലും എന്തായാലും നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും മോശം പറയുന്ന ആളുകളുണ്ട്. എന്തിനും അഭിപ്രായം പറയാ വെറുതെ, അങ്ങനെയുള്ള ആളുകളുണ്ട്, അല്ലാത്തവരുണ്ട്. പിന്നെ നല്ലത് കണ്ടാൽ നല്ലത് എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ ആളുകളൊക്കെ വ്യത്യസ്തരല്ലേ, വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും വ്യത്യസ്തമായ സ്വഭാവ രീതികളും ഒക്കെ ഉള്ള ആളുകളാണ്.
അപ്പൊ അവരൊക്കെ അവരുടെ മനസ്സിന്റെ ആ ഒരു എന്താ പറയാ അവരുടെ മനസ്സ് പോലെയായിരിക്കും അവരുടെ കമന്റ്. അതാണ് തീർച്ചയായിട്ടും. നെഗറ്റീവ് കമന്റ് ഇടുന്നവർ തീർച്ചയായിട്ടും ഈ നെഗറ്റീവ് മനസ്സിൽ കൊണ്ട് നടക്കുന്നവരായിരിക്കും. അല്ലാതെ വെറുതെ അങ്ങനെ നെഗറ്റീവ് കമന്റ് ഇടേണ്ട കാര്യമില്ലല്ലോ. നെഗറ്റീവ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, കമന്റുകളൊന്നും മൈൻഡ് ചെയ്യാറേ ഇല്ല. ഞങ്ങൾക്ക് കമന്റ് ഒരു പ്രശ്നമേ അല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് പറയാനുള്ള വേദിയാണ് ഈ ഒരു ഓറഞ്ച് മീഡിയ എന്ന് പറയുന്ന ടീം ഓറഞ്ചും ടീം മാംഗോ ചില്ലിയും. ഞങ്ങളുടെ മുൻപിൽ കാണുന്ന പല കാര്യങ്ങളും കണ്ടന്റ് ആക്കാറുണ്ട്. അതിപ്പം പള്ളി കമ്മിറ്റി ആണെങ്കിലും വേണ്ടില്ല, അമ്പല കമ്മിറ്റി ആണെങ്കിലും വേണ്ടില്ല, വീട്ടിലെ പ്രശ്നങ്ങളാണെങ്കിലും നാട്ടിലെ പ്രശ്നങ്ങളാണെങ്കിലും ഞങ്ങൾ ഓരോ കാര്യവുമായിട്ട് നിങ്ങളുടെ മുൻപിലോട്ട് വരും. കുട്ടിമാൻ മഞ്ചേരി അടിപൊളി അഭിനയം. താങ്ക് യു. താങ്ക് യു. രണ്ടാളും നല്ല മാച്ചാണ്. ഹാരിസ് മുഹമ്മദ്. ഓക്കെ. പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്. പൊതുപരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ ശരിക്കും ആരാണ്? ഞങ്ങളിതേ ഓറഞ്ച് മീഡിയയിലെ ആർട്ടിസ്റ്റുകളായ റസിയയും പ്രദീപുമാണ്. ചേച്ചി ഞാനിവിടെ ആൽത്തറയിലാണ്. നല്ലൊരു കരിയർ ഇതിൽ പിടിച്ചു കയറും. ഒരു സിനിമയിലേക്ക് ഒരു ചാൻസ് കിട്ടുമെന്ന്. ആ സിനിമയിലേക്കുള്ള ചാൻസ് ഉണ്ടെങ്കിൽ വന്നോട്ടല്ലേ? അതെ തീർച്ചയായിട്ടും. ഞങ്ങൾ എവിടെയും അഭിനയിക്കാൻ തയ്യാറാണ്. ഇനിയും നല്ല വീഡിയോ കിട്ടാൻ ഒരുപാട് ഇഷ്ടമാണ്. എന്തായാലും ഞങ്ങളെ ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. കാരണം ഞങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ടാണ് പല ക്യാരക്ടർ ഞങ്ങൾ ആവാറ്, അതിനെക്കുറിച്ച് സംസാരിക്കാറ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. താങ്ക് യു ആമിന, താങ്ക് യു സോ മച്ച്. ഗുഡ്. ഒരുപക്ഷെ ഞങ്ങള് ഇപ്പൊ പ്രതിഭട്ടൻ ഈ ഫീൽഡിൽ വന്നിട്ട് എത്ര വർഷമായി? ഞാൻ അഭിനയരംഗത്തോ? അഭിനയരംഗത്ത് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്. കാരണം ഞാൻ പ്രൊഫഷണൽ നാടകത്തിലായിരുന്നു, നാടകരംഗത്തായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പിന്നീട് അങ്ങനെ ക്രമേണ സിനിമ, സീരിയൽ ഇങ്ങനെയുള്ള മേഖലയിലൊക്കെ ചെറുതായിട്ട് വേഷങ്ങൾ അഭിനയിക്കുകയൊക്കെ ചെയ്തു. അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും. പക്ഷെ ഞാനും ഇപ്പൊ 2-3 വർഷമായി ഫീൽഡിൽ വന്നിട്ട്. ഇപ്പോഴാണ് നമ്മളൊരു ജോഡിയായിട്ട് അഭിനയിച്ചപ്പോഴാണ് കൂടുതൽ പ്രേക്ഷകർക്ക് ഇഷ്ടം വന്നതും പിന്നീട് ഞങ്ങൾ ആ ഒരു ജോഡിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയത് കേട്ടോ. അപ്പോ തീർച്ചയായിട്ടും ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല, കമന്റ്സിനെ ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല. അതാണ് ഞങ്ങള് ഇത് നിന്റെ പുതിയ ആപ്പിളയാണോന്ന്. ഇതെന്റെ വർക്കിലെ പുതിയ ആപ്പിള. ഒറിജിനൽ പുതിയ ആപ്പിളയല്ല. ഒറിജിനൽ പുതിയ ആപ്പിളയല്ല. ഞാൻ വിചാരിച്ചു നിങ്ങൾ നമ്മുടെ നാട്ടിൽ അവിഹിതം നടക്കുന്നില്ല. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ഫുള്ള് കാണാം. അപ്പോഴാണോ അത് അവിഹിതമാണോ അല്ലെങ്കിൽ മറ്റു വല്ലത് എന്തെങ്കിലും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അതിലൊരു മെസ്സേജ് ഞങ്ങൾ ഓരോന്നിലും കൊടുക്കാറുണ്ട്. അവിഹിതം ഇല്ലല്ലേ? സ്വാഭാവികമായിട്ട് നടക്കുന്ന കുറെ കാര്യങ്ങളെ നമ്മളെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ഇവിടെ അടുത്തുണ്ടായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളത്. അല്ലാതെ നമ്മുടെ മനസ്സിന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് എങ്ങനെയെന്ന് കരുതിയിട്ട് ചെയ്യുന്നതല്ലാതെ നമ്മൾ കേൾക്കുന്നത് നമ്മൾ പത്രത്തിൽ നിന്ന് വായിക്കുന്നതുമായ കാര്യങ്ങളാണ് കേട്ടോ. റിയൽ ആയിട്ട് കാണുന്നതും കേൾക്കുന്നതും പോലെയാണ് നിങ്ങളുടെ വീഡിയോകൾ. താങ്ക് യു. പള്ളിയിൽ AC വെക്കണം എന്ന് പറഞ്ഞു ഉസ്താദ്. എവിടെ പോയി? അത് ബാബുവേട്ടനാണ്, ഫെറോക്കിലാണ് അദ്ദേഹത്തിന്റെ വീട്. അതെ, അദ്ദേഹം ഇനി അടുത്ത ഷെഡ്യൂളിൽ ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്യും. മുസ്തഫ അവിടെ ഉണ്ട്. ഞാൻ ഹസ്ബൻഡ് ആൻഡ് വൈഫാ. നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അല്ല, എത്ര പ്രാവശ്യമായി പറയണു. അല്ല, സെയ്ദ് ഫാസിൽ. എന്റെ പേര് പ്രദീപ്, ഇത് റസിയ. ഞങ്ങള് ഭാര്യയും ഭർത്താവും അല്ല, ഞങ്ങള് സുഹൃത്തുക്കളാണ്, സഹപ്രവർത്തകരാണ്. ഇനി ഞങ്ങളോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. കൈ വേനക്കുണ്ടോ? ഇല്ല, പറഞ്ഞോ. ഞങ്ങളോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞങ്ങൾ ഏത് ടൈപ്പ് കണ്ടന്റ്, ഇനി അത് പറയരുത്, കണ്ടന്റിന് ദാരിദ്ര്യം ഒരിക്കലും പറയരുത്. കാരണം ഞങ്ങൾക്ക് കണ്ടന്റ് എടുത്തു തരാനും ഞങ്ങൾക്ക് പറഞ്ഞു തരാനൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഞങ്ങളെ കൂടെ ഉള്ളവർ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കണ്ടന്റിന് ഒരിക്കലും ഒരു ദാരിദ്ര്യം ഇതുവരെയും വന്നിട്ടില്ല. ഇപ്പൊ നിങ്ങളോട് ചോദിക്കാനുള്ള, നിങ്ങൾക്ക് അനുതാലികമായിട്ട് എന്തെങ്കിലും ഞങ്ങളോട് പറയുകയും ചെയ്യും. ഇപ്പൊ മയക്കുമരുന്നിനെ കുറിച്ച് ചെയ്യണമെന്ന് നമ്മളോട് 2-3 ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് തന്നെ നമ്മൾ 2-3 ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു മയക്കുമരുന്നിനെ കുറിച്ച്. അർഷാദ, ഞാൻ മാരീഡ് ഞാൻ ഈ കച്ചവടം നടത്തട്ടെ. എന്നോട് മാരീഡ് ആണ്. അവൾക്ക് 2 കുട്ടികളുണ്ട്. മൂത്ത കുട്ടിക്ക് 18 വയസ്സായി, രണ്ടാമത്തെ ആള് 12 വയസ്സ്. കുട്ടികളുടെ വയസ്സൊന്നും ഇവിടെ ചോദിച്ചില്ല. എന്താന്നല്ലേ, ചേച്ചിയും ചേട്ടനും നല്ല കോമ്പിനേഷൻ ആണ്. അതുകൊണ്ടാണ് നല്ല അഭിനയം. സൂപ്പർ, താങ്ക് യു സോ മച്ച്.
നിങ്ങളുടെ വീഡിയോസ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. സെയ്ദ് ഫാസിൽ പിന്നെയും ചോദിക്കുന്നു പ്ലേസ്. ഞാൻ എടപ്പാളാണ്, റസിയ പൊന്നാനിയാണ്. പട്ടാമ്പിക്കാരാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പട്ടാമ്പിക്കാരല്ല കേട്ടോ. റസിയാനെ ഞാൻ കല്യാണം കഴിക്കും. വള്ളിയാട് എന്റെ ഗ്രാമത്തിൽ മൊത്തം ആൾക്കാരും കല്യാണം കഴിക്കുവോ? വള്ളിയാട് ഗ്രാമം മൊത്തം. ഞാനൊരു പാട്ട് പാടാൻ പറഞ്ഞിട്ട് കുറെ വൃത്തിപ്പെട്ടൊരു പാട്ട് പാടി കൊടുത്തു. ഞാൻ പാടുന്നില്ല. എനിക്കറിയില്ല. ഞാൻ പാടിയ നിങ്ങൾ ഈ ലൈവ് നിർത്തും, അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. ഏത് വേഷവും ചേരും. മലയാളയുടെ ദൈനംദിന സംഭവ വികാസങ്ങൾ പച്ചയായി അവതരിപ്പിക്കുന്ന നിങ്ങൾക്ക് അഭിനയങ്ങൾ. താങ്ക് യു അബ്ദുൽ സലാം, താങ്ക് യു സോ മച്ച്. ഞാൻ അടുത്ത കാലത്താണ് നിങ്ങളുടെ വീഡിയോസ്. താങ്ക് യു സോ മച്ച്. പവിത്ര ചന്ദ്രൻ, ചേട്ടൻ മാരീഡ് ആണോ? ഞാനാണോ? ഞാൻ മാരീഡ് അല്ല. പവിത്രേ, മാരീഡ് ആവാൻ താല്പര്യമുണ്ട്. കിടന്നോട്ടെ, അതും കൂടി ഇത് കൂടെ പോയിക്കോട്ടല്ലേ. മാട്രിമോണിയുടെ ആവശ്യമില്ല. സൂപ്പർ ജോഡി. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എന്ത് ബീഫ് എവിടെയാണ്? വീട് എവിടെയാണെന്നാണ്? വീട് എന്റെ വീട് എടപ്പാള്, റസിയ പൊന്നാനി. മൈലാഞ്ചി ഇടുന്നത് ഇഷ്ടമല്ല. അന്ധവിശ്വാസങ്ങൾ പ്രമേയമാക്കിയ ഒരു പരിപാടി അവതരിപ്പിക്കാമോ? അങ്ങനെ ഒരുപാട് അവതരിപ്പിച്ചിട്ടുണ്ട്, ഇനി അവതരിപ്പിക്കാം. മയക്കുമരുന്നിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് വേണം. ഞങ്ങൾ ചെയ്തിരുന്നല്ലോ മയക്കുമരുന്നിനെ കുറിച്ച്. കപ്പിൾ ഒരുമിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് കുടുംബം തകരുന്ന ഒരു സ്ക്രിപ്റ്റ് ചെയ്യാമോ? ഓ തീർച്ചയായിട്ടും, നല്ല കണ്ടന്റ് ആണ് നിങ്ങൾ പറഞ്ഞത്. നമുക്കത് ആലോചിക്കാം കേട്ടോ. മയക്കുമരുന്ന് ഒരുമിച്ച് അങ്ങനെ ഉണ്ട്, നമുക്കറിയാം. പല സ്ഥലങ്ങളിലും കപ്പിൾസ് തന്നെ ലഹരി ഉപയോഗിക്കുകയും കുടുംബം തകരുകയും അത് സമൂഹത്തിൽ അതൊരു പ്രശ്നമാവുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കത് ആലോചിക്കാം കേട്ടോ. റസിയ ഹസ്ബൻഡ് ഗൾഫിലാണോ? അതെ, ഗൾഫിലാണ്. കള്ളുകുടിയൻ സൂപ്പർ. ഓക്കെ. പവിത്ര ബുക്ക് ചെയ്തു. ഓക്കെ ബുക്ക് ചെയ്തോളൂ. ഞാൻ വിട്ടേരില്ലാട്ടാ. വെറുതെ കുഴപ്പമുണ്ടാകില്ലേ? എന്റെ കഞ്ഞിയില് പാട്ടിടാൻ വന്നിക്കാണ് പവിത്ര. സാറില്ല, ഞാൻ സൂപ്പർ ജോഡി. കൺഗ്രാജുലേഷൻ. അന്ന പാട്ടേ സൂപ്പർ ജോഡി. ചേട്ടൻ അല്ലെങ്കിലും ചേച്ചിമാരും രണ്ടുപേരുടെയും കൂടി മാരീഡ് ആയിക്കൂടെ? നല്ല കോമ്പിനേഷനാണ്. രണ്ടൊക്കെയോ? എന്താ പറയുന്നത്? അടിപൊളി വീഡിയോകൾ. താങ്ക് യു. നല്ല സീരിയസ് വരട്ടെ. തീർച്ചയായിട്ടും. എന്താ ഒരു അഭിനയം, പെർഫെക്റ്റ്. താങ്ക് യു സോ മച്ച്. മന്ത്രവാദം പലരെയും തകർത്താണ്. അത് ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇനിയും ചെയ്യാം കേട്ടോ. അത് തീർച്ചയായിട്ടും. എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രതിഭട്ടനെ കണ്ട ചില ആംഗിൾ പക്ക ഒറിജിനൽ പോലെയാണ്. ഓ താങ്ക് യു. അല്ലേ? അങ്ങനെ ചിലർ പറയുന്നത് കാണാം, ഇവിടെയൊക്കെ കാണുമ്പോ അങ്ങനെ തോന്നുന്നതായിരിക്കും. അത് അങ്ങനെയൊന്നും ഇല്ല ചിലപ്പോ. മന്ത്രവാദം പലരെയും തകർത്താണ്. അടിപൊളി വീഡിയോകൾ. താങ്ക് യു. അപ്പൊ നമ്മുടെ ലഞ്ച് ബ്രേക്ക് ഇത് ഇവിടെ അവസാനിക്കാൻ പോവാണ്. അപ്പോ ബാബു സൂപ്പർ. നൗഫൽ മേലകത്തം. താങ്ക് യു. അപ്പൊ ഇനിയും ഇതുപോലെ വെറൈറ്റി കണ്ടന്റുകളുമായിട്ട് ഞങ്ങൾ നിങ്ങൾക്കരികിൽ എത്തും. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ഇപ്പൊ കാണിക്കുന്ന സ്നേഹവും ഇഷ്ടവും എല്ലാം തുടർന്ന് നിങ്ങളുടെ അടുത്തുനിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കള്ളുകൂടി നിർത്താൻ ആൽക്കഹോളിക് അനോണിമസ് എന്ന ഫെലോഷിപ്പ് ഉണ്ട്. അല്ലേ ആൽക്കഹോളിക് അനോണിമസ്. പെങ്ങൾക്ക് വല്ലതും കണ്ടന്റ്. ഓക്കെ, കൊടുക്കാം, തീർച്ചയായിട്ടും കൊടുക്കാം. നിങ്ങൾ രണ്ടും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. താങ്ക് യു. പുതിയ പാട്ട് വെച്ച് ഡാൻസ് ചെയ്യണല്ലേ? നീ വാ, നമുക്ക് എല്ലാവർക്കും കൂടെ ഡാൻസ് ചെയ്യാം. റസിയെ കുനിട്ട് കാട്ടുന്നത് രസമാണ്. പ്രവാസിയുടെ ഭാര്യ അടിപൊളി. ശരി. അല്ല, മറ്റേ ഗൂഗിൾ പേ ചെയ്യുന്ന. ഞാൻ നിങ്ങളുടെ ബിഗ് ഫാനാണ്. അടിപൊളിയാണ് കേട്ടോ. താങ്ക് യു ഷംസീർ. താങ്ക് യു. ഒരു ജയറാം കട്ടുണ്ട് പിന്നെയും പറഞ്ഞു. വെറുതെ തോന്നാവൂ അല്ലേ? സിറാജ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യും ചില വീഡിയോസിലൊക്കെ. റഷ്യ അല്ലാട്ടോ, റഷ്യ. അപ്പൊ എന്ത് ഖത്തറിൽ വരും. ഞങ്ങൾ ക്ഷണിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ വരും.
സുരേഷ് ഹണി ഹായ്. ഫീലാണ് വീഡിയോ ഇത് ഫോണിലില്ലാതെ യഥാർത്ഥ ജീവിതം. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും നിർത്തേണ്ട സമയമായി. ഞങ്ങളുടെ ക്രൂ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഇനി ഇതുപോലെ നല്ലൊരു ലൈവുമായിട്ട് അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസുകൾ ടീം ഓറഞ്ച് പ്രദീപ് മുസ്ലിം ആണെന്ന് ഇതുവരെ കരുതിയിരുന്നു. നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. അഭിനന്ദനം. മുസ്ലിം ആയാലും എന്തായാലും ഒന്നും ഒരു കുഴപ്പമില്ലാന്നേ. ഞങ്ങള് മനുഷ്യന്മാരാണ്. ഒന്ന് തന്നെ. ഞങ്ങൾക്ക് അങ്ങനെ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ അങ്ങനെയൊന്നുമില്ല. ഞങ്ങളിവിടെ പക്ക മനുഷ്യരായിട്ട് ജീവിക്കുന്ന, ഒരുമിച്ച് കഴിക്കുന്ന, ഒരുമിച്ച് ഇരിക്കുന്ന നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. നമ്മളെല്ലാ ഒരു നല്ല സുഹൃത്തുക്കളാണ്. നമുക്ക് സൗഹൃദം പങ്കുവെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിന്റെ വലുപ്പല്ലേ നമുക്ക് പരസ്പരം. അപ്പൊ പിന്നെ അതിൽ ജാതി മതം അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ ഹരിയെ കുറിച്ച് ആരോ ചോദിച്ചിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഹരി ഞങ്ങളുടെ ഫ്രണ്ടാണ് അല്ലേ? അതെ അതെ, ഹരി ഫ്രണ്ടാണ്, ഡ്രാമ ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെ ഒരുപാട് തീർച്ചയായിട്ടും അവൻ വീണ്ടും നമ്മളോട് കൂടി അടുത്ത് തന്നെ ജോയിൻ ചെയ്യും. അപ്പൊ നമ്മുടെ ഈ ഒരു ലൈവ് അവസാനിപ്പിക്കാനുള്ള സമയം ഏകദേശമായി കേട്ടോ. വായിക്കണ്ട. ഒരു കല്യാണം കഴിച്ചാൽ മാത്രമേ നമുക്കിങ്ങനെ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഷാജഹാനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഷാജഹാൻ നല്ല ആർട്ടിസ്റ്റ് ആണ്. അതെ അതെ അതെ, പക്കയായിട്ട് നമ്മളെ കൂടെ ലൈവ് അടിച്ച് നല്ല അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ. നമ്മൾ പറയുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഉൾക്കൊണ്ട് അവനതുപോലെ. അപ്പൊ നമ്മളുടെ കൂടെ കുറെ ദിവസങ്ങൾക്ക് ശേഷം ഒരാൾ ഇന്ന് വീണ്ടും റീജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആരാന്നല്ലേ? ആളല്ല, ദയ്യാളെ. നമ്മുടെ ഷലൂബ് ഖാൻ, നമ്മുടെ പ്രിയപ്പെട്ട ഷലൂബ് ഖാൻ. അപ്പൊ ഓക്കെ, ഞാൻ വിട വാങ്ങാണ്. ഞാൻ റസിയനെ ഏൽപ്പിക്കുകയാണ് കേട്ടാ. നമ്മുടെ ഷൂട്ടിന്റെ ടൈം ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ ഷലൂബുക്ക ഇതിനിടയിൽ ഒന്ന് വിദേശത്തൊക്കെ പോയിണ്ടായിരുന്നു. വീണ്ടും നമ്മളെ കാണാനായിട്ട് നമ്മളെ അടുത്തേക്ക് വന്നതാണ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്റെ ചെറിയ മോനെന്ന്. അപ്പൊ ഇതാണ് എന്റെ ചെറിയ മോൻ. അപ്പൊ അടുത്ത ഒരുപാട് ഒട്ടനവധി അടിപൊളി കഥകളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വീണ്ടും എത്തും. ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നമ്മുടെ നാട്ടിൽ എന്താണോ നടക്കുന്നത്, നമ്മൾ എന്തൊക്കെയാണോ വായിക്കുന്നത്, അതൊക്കെയാണ് ഞങ്ങളുടെ പല കണ്ടന്റുകളും കേട്ടോ. അപ്പോൾ ഈ വീട്ടിലുള്ള അടിപൊളി കണ്ടന്റുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുൻപിലോട്ട് എത്തും. അപ്പോൾ ഓക്കെ റിയാസെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരോടും എനിക്ക് ഈ ഒരു ലൈവില് മെസ്സേജ് അയച്ച എല്ലാവരോടും ബിഗ് താങ്ക്സ്.